ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ഷാനി. വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നോമ്പുതുറ വിഭവമാണ്. ഇപ്പോൾ റംസാൻ കാലമൊക്കെയാണ്. ഇപ്പോൾ വൈകുന്നേരം നോമ്പുതുറ സമയത്ത് തയ്യാറാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത ചിക്കനിലേക്ക് ഒരല്പം ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹാർഡായിട്ട് ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് ചിക്കൻ ഒന്ന് കുക്കായാൽ മാത്രം മതിയാകും. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ്റെ ചൂടൊന്ന് ആറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നുകിൽ കൈകൊണ്ട് അതൊന്ന് പിച്ചിയെടുക്കാം, ഇല്ലെങ്കിൽ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാം. പക്ഷേ അത് ഓവറായിട്ട് അരഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം നോക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മളെടുത്ത അതേ എണ്ണയിലേക്ക് തന്നെ 2 മീഡിയം വലിപ്പമുള്ള ചെറിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൊത്തി അരിഞ്ഞത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ചിക്കന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ സവാളയും പച്ചമുളകും ഒക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഒരുപാട് ഡാർക്ക് ബ്രൗൺ കളർ ആകണ്ട. നമുക്കിതിലേക്ക് ഒരല്പം ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി, ഒരുപാട് ഓവർ കുക്ക് ആവണ്ട. ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിൽ താഴെ മാത്രം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ എരിവില്ലാത്ത കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, ഒരൽപ്പം കുരുമുളക് പൊടിച്ചത്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മസാലയൊക്കെ മൂത്ത് നല്ല മണം വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചെറുതായിട്ട് പിച്ചി എടുത്തിരിക്കുന്നത്, ഞാനിത് മിക്സിയിൽ കറക്കിയെടുക്കുകയാണ് ചെയ്തത്. ഈ ഒരു പരുവത്തിനാണ് നമുക്ക് കിട്ടേണ്ടത്. ചിക്കൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര വലിപ്പമുള്ള പോളയാണ് തയ്യാറാക്കേണ്ടത് അതിനനുസരിച്ച് അതിലേക്ക് എടുക്കുന്ന ചിക്കൻ്റെ അളവൊക്കെ തീരുമാനിക്കാവുന്നതാണ്. മസാല ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണ് എങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരിവ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം കുരുമുളക് പൊടി കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഫൈനലായിട്ട് നമുക്കിതിലേക്ക് ഒരല്പം മല്ലിയില വളരെ നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഡ്രൈ ആക്കി എടുക്കണ്ട. അതുപോലെ കുറച്ച് ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം വെള്ളം തളിച്ചു കൊടുത്താലും മതിയാകും. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിലേക്ക് ടൊമാറ്റോ സോസ് ചേർക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫില്ലിങ്ങിനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. പോള തയ്യാറാക്കുന്നതിന് ആവശ്യമായ ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 1 കപ്പ് പാൽ ആദ്യമേ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ തിക്കാണെങ്കിൽ പിന്നീട് ഇതിലേക്ക് പാൽ ചേർക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ 1-2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 2 കോഴിമുട്ട, ഈ ബാറ്ററിലേക്ക് ആവശ്യമായ ഉപ്പ്, അതുപോലെ തന്നെ എരിവിനാവശ്യമായിട്ട് കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളകാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കണം. ബാറ്റർ കട്ടിയാണ് എങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരല്പം വെള്ളമോ പാലോ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. പോളയുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. പോള തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഒരു കടായിയാണ്. കുറച്ചുകൂടി വാവട്ടം കുറഞ്ഞിട്ട് ഹൈറ്റുള്ള പാത്രമാണെങ്കിൽ നമുക്ക് കുറച്ച് ഹൈറ്റിലുള്ള പോള കിട്ടും. അപ്പോൾ ഇതിൻ്റെ അടിയിലായിട്ട് ഞാൻ പഴയ ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിമിലേക്ക് വെക്കുമ്പോൾ കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ ഇരുന്നിട്ട് വേണം ഇത് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരിട്ട് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാൻ സാധ്യതയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വെക്കുക. ഞാൻ ഇതിലൊരല്പം ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ പകുതിയോളം നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് സ്പൂൺ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് അടച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് വെക്കാം. ചെറുതായിട്ടൊന്ന് കുക്കായി തുടങ്ങുമ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് അതിൻ്റെ മുകളിൽ നിരത്താം. ബാറ്റർ ചെറുതായിട്ടൊന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം.
നമ്മുടെ മസാല ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും ബാക്കിയുള്ള ബാറ്റർ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് സൈഡിൽ നിന്ന് ഒഴിച്ചു തുടങ്ങുക. പോള നമുക്ക് ഏകദേശം ഒന്ന് മുകൾ ഭാഗമൊക്കെ സെറ്റായി വരുന്ന സമയത്ത് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാനിവിടെ ക്യാപ്സിക്കം വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കിയ മസാലയിൽ കുറച്ചുകൂടി ബാക്കിയുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ഗാർണിഷ് ചെയ്യാം. നമ്മൾ ഏകദേശം ഇത് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. മുകൾ ഭാഗം മാത്രം ഒരല്പം കൂടെ ഒന്ന് കുക്കാവാനുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക്, വേറൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് ഇത് കമഴ്ത്തിയിടാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് കൂടി മുകൾ ഭാഗം വേവുന്നതിനായിട്ടൊന്ന് അടച്ചു വയ്ക്കാം. ഞാൻ വേറൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് ഇത് തല തിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മുകൾ ഭാഗം കൂടെ ഒന്ന് നന്നായിട്ട് കുക്കായി കിട്ടണം. ഒരു 5 മിനിറ്റോളം നമുക്കത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടിഭാഗം ഒന്നും തന്നെ കരിഞ്ഞു പോയിട്ടില്ല. ഇങ്ങനെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അടിയിലൊരു നോൺ സ്റ്റിക്കിൻ്റെ പഴയ പാൻ വെക്കാൻ പറഞ്ഞത്. ഇന്നത്തെ ഈ ഒരു നോമ്പുതുറ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ കുറേ ദിവസങ്ങളായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്, അപ്പോൾ എല്ലാവരും നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ കുറച്ച് മിസ്സായി പോയതുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻസൊക്കെ വരാതിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം 3 മണിയാകുമ്പോൾ ജസ്റ്റ് ഡോക്ടർ ഷാനീസ് കിച്ചൻ എന്ന ചാനൽ ഒന്ന് എടുത്തു നോക്കുക. പുതിയ വീഡിയോസ് ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. റംസാൻ സീരീസിൽ ഇനി ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നതുവരെ സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ ബൈ.